വൈകുന്നേരം ചെറുതായിട്ടൊന്ന് ബോറടിച്ചപ്പോൾ അമ്മച്ചീനെ എടുത്ത് വണ്ടിക്കകത്തിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങിയത് തന്നെ പോയാൽ എന്തായാലും സമാധാനം തരത്തില്ല, അതുകൊണ്ട് സമാധാനം കൂടത്തിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ഞങ്ങളുടെ പഴയ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് എത്തിയത്. ഇവിടെ വന്നപ്പോൾ നിന്ന് പോയത് ഈ ഒരു ഐറ്റം കണ്ടിട്ടാണ് കേട്ടോ. കൈതക്കകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വഴിയിൽ നിന്നതൊന്നും പറിക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് അതിക്രമിച്ച് കയറാനൊന്നും പോയില്ല. വീട്ടുകാരുടെ സമ്മതമൊക്കെ ചോദിച്ചത് ഈ പറമ്പിലേക്ക് കയറിയപ്പോൾ എൻ്റെ പൊന്നോ ഞാൻ വിജൃംഭിച്ചു പോയി. പണ്ട് തൊട്ടേ അറിയാവുന്ന ഒരു ടീച്ചറും സാറും ആണ് കേട്ടോ. എനിക്ക് തൂമ്പായൊക്കെ തന്നു വിട്ടിട്ടുണ്ട് പറിച്ചെടുക്കാനായിട്ട്. അയ്യോ, ഇതിനകത്ത് കയറിയപ്പോൾ എന്തെല്ലാം ചെടികളാന്ന് നോക്കി. ഉപേക്ഷ നിലയിൽ ഇങ്ങനെ പടർന്ന് കയറി നിൽക്കുന്നത്. ബ്രോക്കൺ ഹാർട്ടൊക്കെ ചുമ്മാ പള്ള പോലെ കയറി നിൽക്കുവാണ്. കാനവഴ ടൈപ്പ് ഇവിടെ ഇങ്ങനെ കാടുപോലെ പിടിച്ച് നിൽപ്പുണ്ട്. അലോക്കേഷ്യയുടെ വേറെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, പക്ഷെ നമുക്കിത് മതിയേ. ടീച്ചർ പണ്ടേ ഒരു ചെടിപ്രേമിയാണ്. ഞാനൊക്കെ പിൻട്രസ്റ്റിൽ മാത്രം കണ്ടിട്ടുള്ള ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോരാനേ തോന്നുന്നില്ലായിരുന്നു കേട്ടോ, അത്രയ്ക്കുണ്ട് ഭംഗി. നീ ഇത് മൊത്തം ചോന്നുകൊണ്ട് പോവണ്ട, ഞാനിത് ഒരുക്കി തരാം, ഇങ്ങനെ കൊണ്ട് നട്ട് വെച്ചാൽ മതി എന്നും പറഞ്ഞ് ടീച്ചർ തന്നെ എനിക്ക് ചെടി നന്നായി ഒരുക്കി തന്നു കേട്ടോ. ഈ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ നടപ്പ് വഴിയും. ഈ ഇടവഴി കയറിയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ ചെയ്തിരുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പഴയ ബസ് സ്റ്റോപ്പ്. പഴയ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ഇവിടെയല്ല താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിലെത്തി നേരെ ചേമ്പ് നടാനുള്ള കുഴി അങ്ങ് എടുക്കുക കേട്ടോ. ടീച്ചർ പ്രായം ആയതുകൊണ്ട് ചെടിയൊക്കെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചെടിയൊക്കെ കുറേശ്ശെ എടുത്ത് കളയുക എന്നാണ് പറഞ്ഞത്. ഞാൻ ഇനിയും അതുവഴി പോകേണ്ടിയിരിക്കുന്നു അല്ലേ. എൻ്റെ കയ്യിൽ ഇതിന് പറ്റിയ പോട്ടില്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനിത് മണ്ണിൽ തന്നെ കുഴിച്ച് വെക്കുകയാണ് കേട്ടോ. എന്തായാലും പിൻട്രസ്റ്റിൽ കണ്ടിട്ട് വെറുതെ ഒന്ന് സേവ് ചെയ്ത് വെച്ച സാധനം ഇത്ര പെട്ടെന്ന് കയ്യിലേക്ക് എത്തുമെന്ന് വിചാരിച്ചതേ ഇല്ല കേട്ടോ.